അനുമോദ്, ആ നാട്ടുകാർ ഒറ്റക്കെട്ടായി അർജുന് വേണ്ടി സേവ് അർജുൻ ക്യാമ്പയിനൊക്കെയായി രംഗത്തെത്തിയതാണ്. പക്ഷേ ഇപ്പോഴും മറ്റു മലയാളികൾക്കൊപ്പം തന്നെ അർജുനായുള്ള കാത്തിരിപ്പിൽ തന്നെയാണ് കണ്ണാടിക്കൽ എന്ന സ്ഥലവും. അവിടെയുള്ള ആളുകൾ എന്താണ് അനുമോദ് പറയുന്നത്? അവർ ഈ തെരച്ചിലിനെ പറ്റി തൃപ്തരാണോ? അവർ എങ്ങനെയാണ് പ്രതികരിക്കുന്നത്? എന്തോ നേരത്തെ പറഞ്ഞതുപോലെ ഞങ്ങളത് കണ്ണാടിക്കലാണ്. അർജുൻ്റെ വീടിനോട് അടുത്തുള്ള ഒരു ജംഗ്ഷൻ. ഇവിടെയാണ് പണ്ട് അർജുൻ വാഹനം ഓടിച്ചിരുന്നതും, അല്ലെങ്കിൽ ഈ ഒരു മേഖല കേന്ദ്രീകരിച്ച് തന്നെയായിരുന്നു അർജുൻ്റെ വളർച്ച. ഇവിടുത്തെ നാട്ടുകാരൊക്കെ തന്നെ അർജുൻ്റെ പ്രിയപ്പെട്ടവരാണ്, അർജുനൊപ്പം പഠിച്ചവരും സുഹൃത്തുക്കളൊക്കെയാണ്. ഇപ്പോൾ സുഭാഷേട്ടൻ നമ്മുടെ ഒപ്പം ചേരുന്നത്. സുഭാഷേട്ടൻ അർജുൻ്റെ അടുത്തൊരു സുഹൃത്തു കൂടിയാണ് അല്ലേ? എന്താണ് സുഭാഷേട്ടൻ, ഇതുവരെയുള്ള വാർത്തകളൊക്കെ നമ്മളെ സംബന്ധിച്ച് വലിയ നിരാശ നൽകുന്നതാണ്. നമ്മൾ ഓരോ ദിവസവും ഇതിനു വേണ്ടിയിട്ട് കാത്തു നിൽക്കുകയാണ്. ഓരോ ദിവസം കഴിയുന്തോറും മനസ്സിനാകെ സമാധാനം ഇല്ലാതാവുകയാണ്. ഇന്ന് കിട്ടുമെന്നുള്ള ആകെ ഒരു പ്രതീക്ഷ ഉണ്ട്. എന്തെങ്കിലും ആവുമായിരിക്കും. എനിക്ക് കാത്തു നിൽക്കുകയാണെങ്കിൽ നാടൊന്നാകെ രാവിലെ ആകുമ്പോൾ ഇന്നും ഇവിടെ നാട്ടിലുള്ള സമയത്ത് ചെറുതിനെയും കൊണ്ടിട്ട് ഇതായി പീടികയിൽ വരും. നമ്മളോടൊക്കെ വർത്തമാനം പറഞ്ഞ് ചെറുതിനെയും കൊണ്ട് പോകുന്നതാണ്. ഇന്ന് എന്തെങ്കിലും ആവുന്നുള്ളൊരു പ്രതീക്ഷയിൽ നിൽക്കുകയാണ്. കുട്ടിക്കാലം മുതൽ അറിയുന്നതല്ലേ? ചെറിയ പ്രായം മുതൽ അറിയാം. ഒരുമിച്ച് പഠിച്ചവരാണോ? അല്ല, പഠിച്ചതല്ല. നമ്മളൊക്കെ ചെറുതാണ്, നമ്മളെ ഇത്രയോ ചെറുതാണ്. ഇവിടെ തന്നെയാനോ ഇവിടുത്തെ വണ്ടിയിലുണ്ടേനി. പിന്നെ ഇവിടെ സൈഡാക്കും. ഇവിടെ തന്നെ എല്ലാവരായിട്ട് വർത്തമാനം പറഞ്ഞിരിക്കുന്ന ഒരു മാനം. ലോറി ഓടിച്ചിരുന്നു ഇവിടെ അല്ലേ? ലോറി അല്ല, നിസ്സാരം ചെറിയ വണ്ടി ഓടിച്ചത്. ഇവിടുത്തെ ഒരു സിമെന്റിന്റെ പീടിയുണ്ടായിരുന്നു, അവിടുത്തെ ഡ്രൈവറായിട്ട് കുറച്ചുണ്ടായിരുന്നു. അത് കഴിഞ്ഞിട്ടാണ് ലോറിയിലേക്ക് ഇങ്ങനെ പോകുന്നത്. ഞാൻ കേട്ടതൊക്കെ വളരെ ആക്റ്റീവായിട്ട് എല്ലാവരോടും എല്ലാ വിഷയത്തിലും ഇടപെടുന്നൊരു അല്ലേ? എല്ലാവരായിട്ടും ഒരാൾക്കും അവനെ പറ്റിയിട്ടൊന്നും മോശമായി പറയാനുണ്ടാവില്ല. എല്ലാവരായിട്ട് എപ്പോഴും ചിരിച്ചും കൊണ്ട് നാട്ടിലെന്താവശ്യം ഉണ്ടെച്ചാൽ അതിൻ്റെ കൂട്ടത്തിലുണ്ടാവും. പ്രളയം വന്ന സമയമായപ്പോഴും ഒക്കെ കൂട്ടത്തിലുണ്ടായിനി. നിപ്പ വന്നപ്പോൾ ഉണ്ടായിനി. അപ്പോൾ ഇങ്ങനെ എല്ലാ സഹായം ചെയ്ത് നടക്കുന്ന എല്ലാ വീടുകളായിട്ടോന് അടുത്ത ബന്ധമാണ്. നമ്മൾ ആൾക്കാർ ആ വീട്ടിലേക്ക് ഇങ്ങനെ ഒഴുകി പോയി എത്തിക്കൊണ്ടിരിക്കുക. പക്ഷെ നമുക്ക് ആ വീട്ടിലാരോടും സംസാരിക്കാൻ പറ്റുന്ന മാനസികാവസ്ഥയിലൊന്നും അല്ലല്ലോ. അവിടെ പോയിരുന്നു, ചേട്ടൻ പോയിരുന്നു? വീട്ടിൽ പോയിരുന്നു. പിന്നെ വീട്ടിൻ്റെ പുറത്ത് നിൽക്കല്ലാതെ അങ്ങോട്ട് കയറാൻ മനസ്സിനെ ഒരു ചെറുതിനെ കാണുമ്പോൾ ഒക്കെ എപ്പോഴും അവൻ്റെ കയ്യിൽ ഇങ്ങനെ കാണുന്നതിനെ കൊണ്ടേ ഒരു മനസ്സിനൊരു വല്ലാത്തൊരു വിഷമമാണ്. നമുക്ക് പ്രതീക്ഷ, നല്ലൊരു സാഹചര്യമൊക്കെ അവിടെ ഇല്ലാത്ത അവസ്ഥയാണ് ശരിയിലുള്ളത്. അവിടുന്ന് വരുന്ന ഓരോ തെരച്ചിലിൻ്റെ ബുദ്ധിമുട്ടുകളാണ് അവിടുന്ന് ഇങ്ങനെ ഓരോ ദിവസവും കൂടുതലായിട്ട് അറിയുന്നത്. അവിടെ ഓറഞ്ച് അലർട്ടുണ്ട്, നദിയിൽ കുത്തൊഴുക്കാണ്. ഈ ഒരു ഇതിൽ നമ്മൾ ആദ്യഘട്ടത്തിൽ പ്രതിഷേധമൊക്കെ സംഘടിപ്പിച്ചിരുന്നുണ്ട്. ആ തരത്തിൽ ഒരു വേണ്ട ശ്രമങ്ങൾ നടക്കുന്നില്ല എന്ന തരത്തിൽ ഇപ്പോൾ നടക്കുന്ന ശ്രമങ്ങളൊക്കെ എത്രമാത്രം ഈ പറയുന്ന രീതിയിലുണ്ടെന്ന് കരുതുന്നുണ്ട്? ഫസ്റ്റ് ഞങ്ങൾക്കൊരു പ്രദർശനമായി തോന്നിയില്ല. ആ ഒരു റോഡ് നന്നാക്കലും ഇതൊക്കെ ഒരു ജീവനൊരു വില കൽപ്പിക്കാത്ത മാതിരി. ഇപ്പം തൃപ്തിയുണ്ട്. എന്താ വെച്ചാൽ ഒരു ആത്മാർത്ഥമായിട്ട് ചെയ്യുന്ന മാതിരി ഉണ്ട്. കിട്ടിയാൽ മതിയേനി കിട്ടുന്നുള്ളൊരു പ്രതീക്ഷയിലാണ് ഞങ്ങൾക്ക് നിൽക്കുന്നത്. എന്താ വെച്ചാൽ ഇനിയിപ്പോൾ ഏത് രീതിയിലാണ് കിട്ടുകയെന്നുള്ളത് നമുക്ക് പറയാൻ കഴിയില്ലല്ലോ. ഞങ്ങളൊക്കെ ഇപ്പോൾ അതിനോടൊരു പൊരുത്തപ്പെട്ടുകൊണ്ട് നിൽക്കുകയാണ്. കിട്ടിയൊരു സമാധാനം എന്നുള്ള രീതിയിൽ. മറ്റു കാലാകാലം ഇങ്ങനെ അത് നോക്കി കാത്തു നിൽക്കുക എന്ന് പറയുമ്പോൾ വളരെ വിഷമമുള്ള കാര്യമാണല്ലോ. വിഷമം ഞാൻ മനസ്സിലാക്കുന്നു. നമുക്ക് ഇനിയും 1 മണിക്കൂറിൽ എപ്പോഴെങ്കിലുമൊക്കെ കാണാം.